നമ്മൾ ഇന്നത്തെ വീഡിയോ പരിശോധിക്കുന്നത് നമ്മുടെ വാട്സപ്പിനകത്ത് ചെറിയൊരു പ്രശ്നം. ചില ആളുകളൊക്കെ കമൻറ്റ് ചോദിക്കാറുണ്ട്, നമ്മൾ വാട്സപ്പിൽ ആർക്കെങ്കിലും ചാറ്റ് ചെയ്യുമ്പോൾ കീബോർഡിനകത്തൊരു പ്രശ്നം കാണുന്നുണ്ട്, അതെങ്ങനെ പരിഹരിക്കുക എന്നുള്ളത് പല സുഹൃത്തുക്കൾ ചോദിക്കാറുണ്ട്. നമ്മൾ ഇന്നത്തെ വീട്ടിൽ എന്താണ് ആ പ്രശ്നം നിങ്ങൾക്കുണ്ടോ, ഉണ്ടെങ്കിൽ എങ്ങനെ അത് പരിഹരിക്കാം എന്നുള്ളതൊക്കെയാണ് നമ്മൾ പരിശോധിക്കുന്ന. വീഡിയോ അവസാനം വരെ കണ്ടു നോക്കുക, തീർച്ചയായിട്ടും ഉപകാരപ്പെടും. നിങ്ങളുടെ സുഹൃത്തുക്കൾ കൂടി വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഞാനിവിടെ വാട്സപ്പ് ഓപ്പൺ ചെയ്തിരിക്കുകയാണ്, വാട്സപ്പിൽ ഒരു പ്രൊഫൈൽ ഓപ്പൺ ചെയ്തു. ഇപ്പം ഞാനിവിടെ എന്തെങ്കിലുമൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ടൈപ്പ് ചെയ്ത ശേഷം ഇവിടെ ഒരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ടൈപ്പ് ചെയ്ത് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു എൻ്റർ ബട്ടൺ ഇവിടെ അവസാനം കാണാമായിരുന്നു. അതായത് ഇപ്പോൾ വാട്സപ്പിനകത്ത് നമ്മൾ ചാറ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ ഒരു എൻ്റർ ബട്ടൺ കാണുന്നില്ല എന്ന് പല സുഹൃത്തുക്കളും പറയാറുണ്ട്. അപ്പോൾ എന്താണ് ആ പ്രശ്നം നോക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ എൻ്റർ ബട്ടൺ ഭാഗത്ത് കാണുന്ന എറോ മാർക്ക് ക്ലിക്ക് ചെയ്താൽ ജസ്റ്റ് സെൻഡ് ആകും. പക്ഷേ എൻ്റർ ബട്ടൺ, അതായത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാനുള്ളൊരു ഫീച്ചർ കീബോർഡിനകത്ത് കാണുന്നില്ല. പ്രശ്നം പല ആളുകളും പ്രതീക്ഷിക്കുന്നത് നമ്മുടെ കീബോർഡിനകത്തുള്ള പ്രോബ്ലം എന്നാണെന്ന് പല ആളുകളും വിചാരിക്കുന്നത്. എന്നാൽ അതല്ല, നമ്മുടെ വാട്സപ്പിനകത്താണ് ആ പ്രശ്നം ഉള്ളത്. വാട്സപ്പ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്സപ്പിന് ഏറ്റവും മുകളിൽ 3 ഡോട്ട് കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ സെറ്റിങ്സ് ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ ചാറ്റ്സ് എന്നൊരു ഓപ്ഷൻ കാണും, അത് ക്ലിക്ക് ചെയ്യുക. ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ഈ സെൻഡ് എന്നുള്ള ഓപ്ഷൻ കാണും, ടൈപ്പ് ചെയ്ത് ഉടനെ സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ. ഇതങ്ങ് ഓഫ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമുക്ക് കീബോർഡിനകത്ത് വന്ന് താഴെ ഭാഗത്തേക്ക് നോക്കുക, എൻ്റർ ബട്ടൺ കാണുന്നുണ്ട്, സെൻഡ് ബട്ടൺ അല്ല കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ അതുപോലെ ടൈപ്പ് ചെയ്ത് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നേരെ നെക്സ്റ്റ് സ്റ്റെപ്പ് ടൈപ്പ് ചെയ്യുക, എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, വീണ്ടും നെക്സ്റ്റ് സ്റ്റെപ്പ് ടൈപ്പ് ചെയ്തിങ്ങനെ സ്റ്റെപ്പായിട്ട് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. എന്നതിന് ശേഷം നമ്മുടെ വാട്സപ്പിനകത്തുള്ള എൻ്റർ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുത്താൽ മതി, നമുക്ക് ഇതുപോലെ സെൻഡ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ കീബോർഡിനകത്ത് വരുന്ന ആ പ്രശ്നം നമ്മുടെ വാട്സപ്പിൻ്റെ സെറ്റിങ്സിലാണ് മാറ്റേണ്ടത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മറക്കാതെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലുള്ള വ്യത്യസ്തമായ അറിവുകളുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.